ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇതിനായിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും തന്നെ വേണ്ട. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഇത് സ്വീറ്റ് കോൺ ആണ് കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു മഴ സമയത്തൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇതിന് ചോളം എന്നും പറയും. ചോളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് മൂത്തതാണ് കേട്ടോ. ഇത് ഇതുപോലെ അടർത്തിയെടുക്കണം അല്ലികളായിട്ട്. അങ്ങനെ എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ ഇത് നല്ല രുചിയാണ്. ഇതിങ്ങനെ പച്ചയ്ക്ക് കഴിക്കാൻ പോലും നല്ല രുചിയാണ്. സ്വീറ്റ് കോൺ വെച്ച് നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു മിക്സിയുടെ ജാർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 കപ്പോളം സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ്, ചെറിയ കഷ്ണം ഇഞ്ചി 2ആയി മുറിച്ചത് ഇട്ട് കൊടുത്തു. ഒരു 1/4 കപ്പോളം സാദാ വെള്ളം കൂടെ ഒഴിച്ച് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ഒത്തിരി അരഞ്ഞു പോകുമൊന്നും വേണ്ട, ചെറിയ കഷ്ണങ്ങളൊക്കെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ അരച്ചെടുക്കണം. ഇത് നല്ല മണമാണ്, നല്ല രുചിയാണ് കേട്ടോ. സ്വീറ്റ് കോൺ കഴിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിന് ഇരട്ടി രുചിയാണ് കേട്ടോ. വളരെ പോഷകപ്രദമായിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണിത്. ഇതിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇവിടെ കടലമാവാണ് കേട്ടോ, ബേസ് എന്ന് പറയും. കടലമാവ് ഇതുപോലെ തന്നെ 2 കപ്പോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. സവാളയൊക്കെ നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നത് ഇനി സ്പെഷ്യലായിട്ട് ഇനി സൈഡ് കറിയൊന്നും വേണ്ട. ഇനി ഒരു 3 പച്ചമുളക് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണോളം കസൂരി മേത്തിയാണ് കേട്ടോ. ഉലുവ ഇല, ഉണങ്ങിയ ഉലുവയിലയാണ്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണോളം ക്യൂമിൻ സീഡ്, ചെറിയ ജീരകം പൊടിച്ചെടുത്തതാണ്, ജീര പൗഡർ, അതും കൂടെ 1/2 സ്പൂൺ ഇട്ട് കൊടുത്തു. 1 സ്പൂണോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ആദ്യം നമ്മൾ ഇതിനൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഓഫീസിലൊക്കെ പെട്ടെന്ന് കൊടുത്തു വിടാനും അതുപോലെ കുട്ടികൾക്ക് ടിഫിനായിട്ടൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റും. ഇതിന് സ്പെഷ്യലായിട്ട് ഒന്നും തന്നെ വേണ്ട. ചട്നിയോ ചമ്മന്തിയോ കറിയോ ഒന്നും തന്നെ വേണ്ട. നല്ല രുചിയാണ്. വെറും ചായയുടെ കൂടെ കഴിക്കാനോ ഇത് തനിയെ കഴിക്കാനൊക്കെ നല്ല രുചിയാണ് കേട്ടോ. ഇനി ഞാൻ ആ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയെടുത്തതാണ് കേട്ടോ. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇളക്കി നോക്കി മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാവൂ. സാധാരണ നമ്മൾ ദോശയുടെ ബാറ്റർ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം കടലമാവിൽ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല നമ്മളിതുപോലെ ഇളക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 കപ്പ് വെള്ളം കൊണ്ട് അത്ര ഒരു ലൂസ് ബാറ്ററായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1/4 കപ്പും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം, നമ്മൾക്കിങ്ങനെ പരത്തിയെടുക്കാൻ പാകത്തിന്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ്. അപ്പോൾ ഒരു 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി ലൂസായി പോകരുത്. നമ്മൾ അപ്പത്തിനൊക്കെ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കില്ലേ മാവ്, ഒരുപാട് ലൂസാവാതെ നമ്മൾ അരിയും ഉഴുന്നും അരച്ച ദോശയുടെ ആ ബാറ്റർ അതുപോലെയുള്ള ആ ഒരു രീതിയിൽ ഇഡ്ഡലി ബാറ്റർ അത്ര ലൂസിലേ പാടുള്ളൂ, ഒരുപാട് ലൂസാവരുത് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇത് ചൂടിലുണ്ടാക്കി കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഒരു മണവും രുചിയൊക്കെയാണ് ഇതിന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ബാറ്റർ ഇതുപോലെ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. കുറച്ചധികം ബാറ്റർ ഒഴിച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. ഞാനിവിടെ ദോശത്തവ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിത് ഒട്ടും തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു മധുരവും പിന്നെ കുറച്ച് എരിവും എല്ലാം കൂടെ നല്ലൊരു മണമൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതൊന്ന് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരിക്കലും ഇതിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂണ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് അടച്ചു വയ്ക്കാം.
ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ അതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ തന്നെ ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 തവണ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് വാങ്ങി ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്വീറ്റ് കോൺ ആയിട്ട് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഒരെണ്ണം കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ദോശയുടെ ഷേപ്പ് വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ റവ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ, ഇൻസ്റ്റൻറ്റ് റവ ദോശ, ആ ഒരു രീതിയിൽ. അപ്പോൾ ഇത് നമ്മളിങ്ങനെയൊക്കെ മസാലയൊക്കെ ഇതിൽ തന്നെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ സ്വീറ്റ് കോൺ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ് സ്വീറ്റ് കോൺ മസാലയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലും കൂടെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഭാഗം ആയി വന്നിട്ടുണ്ട്, തിരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ അതാ 2 സൈഡും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കളറ് കണ്ടാൽ തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഞാനിവിടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉഴുന്നോ അരിയോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി റെസിപ്പിയാണ്. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.